ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടു ഫ്രിഡ്ജ് ഓർഗനൈസേഷനെ പറ്റി. ശരിക്കും പറയുകയാണെങ്കിൽ അത് ഡേ ടു ഡേ ബേസിസിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ. ചിലതൊക്കെ മാർക്കർ പെൻസ്, ലേബിൾസ്, സ്റ്റിക്കർ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാവർക്കും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജ് ഓർഗനൈസേഷനാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജിന് 2 പാർട്ടാണുള്ളത്. മുകളിൽ ഫ്രീസർ പാർട്ടാണ്. അതെന്തൊക്കെയെന്ന് കാണിക്കാം. ഇതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ചേക്കുന്നത് തേങ്ങയാണ്. തേങ്ങ ഞാൻ 2ആക്കി കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടല്ലോ, ബീഫ് റോസ്റ്റ്, പിന്നെ എന്തെങ്കിലും അച്ചിങ്ങ വലത്തോ അങ്ങനെ, അല്ലെങ്കിൽ കുട്ടനാടൻ താറാവ് പേരൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാടൻ ഐറ്റംസ് ചെയ്യുമ്പോൾ ജസ്റ്റ് കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞിട്ട് അതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തേങ്ങാക്കൊത്ത് കിട്ടും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നത്തെ ഒരു ഐറ്റം ഇതിൽ വെച്ചിട്ടുള്ളത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഞാൻ അധികം ഒരു സ്വീറ്റ് പേഴ്സൺ അല്ല, എന്നാലും ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാമല്ലോ വെച്ചിട്ടാണ്. പിന്നെ തേങ്ങ, ഞാൻ വീക്കിലി തേങ്ങ ചിരണ്ടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചിരണ്ടേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് എടുത്തൊരു 5 മിനിറ്റോ 10 മിനിറ്റോ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മോർണിംഗിലൊക്കെ തിരക്ക് ഒഴിവാക്കാൻ ഇങ്ങനെ ചിരണ്ടി വെക്കുന്നതൊക്കെ നല്ലതാണ് സമയം കിട്ടുമ്പോൾ. പിന്നെ അടുത്തത് ബട്ടറാണ്. ബട്ടറിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണുള്ളത്. ബട്ടർ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഉപയോഗിക്കുള്ളൂ. അടുത്തതുള്ളത് ഐസിൻ്റെ ഒരു പാക്കാണ്. അതെന്തെങ്കിലും എമർജൻസി ഒക്കെ വരുമ്പോൾ കൈ മുറിയുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോഴൊക്കെ കാലിലോ കൈക്കൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പോൾ അതെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും. എപ്പോഴും എമർജൻസി വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ട്രേയിൽ ഐസ് ക്യൂബ് വെച്ചിട്ടുണ്ട്. ഐസ് ക്യൂബ് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും നാരങ്ങകളൊക്കെ കലക്കുമ്പോഴൊക്കെ ഇടാൻ നല്ലതാണ്. അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഫ്രീസറിൻ്റെ ഡോറിൽ വെച്ചിട്ടുള്ളത് ഇത് ചോക്ലേറ്റ് ആണ്, ലിൻഡിറ്റിൻ്റെ. ഭയങ്കര കയ്പ്പാണ്, അതുകൊണ്ട് അധികം കഴിക്കാറില്ല. പിന്നെ നെക്സ്റ്റ് ഉള്ളത് കുക്കിംഗ് ചോക്ലേറ്റ്സ് ആണ്. ഇത് പൊട്ടിച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഫ്രീസറിൽ വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളും. പിന്നെ ഇത് കറി മസാല, സാമ്പാർ പൗഡർ ഉണ്ട്, പിന്നെ ചില്ലി പൗഡർ ഉണ്ട്. പൊട്ടിച്ചത് ഫില്ല് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതൊരു റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ എപ്പോഴാണ് ഈ നെക്സ്റ്റ് ടൈം എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇരിക്കും. ഇത് ഫ്രിഡ്ജിൻ്റെ സെക്കൻഡ് പാർട്ട്. ഇതിൽ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഫുഡുണ്ട്. അപ്പോൾ ഇത് ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ളൊരു ഭാഗമാണ്. അതിൽ ദോശയുടെയും ഇഡലിയുടെയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചട്നിയാണ്, പുതിന ചട്നി. അപ്പോൾ ഇത് ഞാൻ ഒരു വീക്കിലേക്കുള്ളത് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ഒരു വീക്ക് നല്ല സുഖമായിട്ടിരുന്നോളും, ചീത്തയാവില്ല. പിന്നെ ഇത് ഞാൻ ലുലു പോയപ്പോൾ വാങ്ങിച്ചതാണ്, കുറച്ച് മുളക് ഉപ്പിലിട്ടത്. പക്ഷേ പറയുമ്പോൾ പറയണമല്ലോ, ഒരു രുചിയില്ല. ഇതിൻ്റെ താഴെയുള്ളതിൽ ഫസ്റ്റ് തട്ടിൽ വെച്ചിട്ടുള്ളത് വേപ്പിലയും പിന്നെ പച്ചമുളകും ഒക്കെ കഴുകി തുടച്ചിട്ട് അതൊരു 2 ബോക്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കുക്കിംഗ് ടൈമിൽ ഇത് രണ്ടും ഞാൻ പുറത്തെടുക്കും, എൻ്റെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കും. പിന്നെ അടുത്തത് 2 ചെറിയ ബോക്സിലായിട്ട് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. പേസ്റ്റ് ആക്കിയിട്ടില്ല, ചെറുതായിട്ടൊന്നും ചതച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് ടൈമിൽ ഇങ്ങനെ ഇതൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഓരോ തവണയും എടുത്ത് ക്ലീൻ ചെയ്ത് അങ്ങനെ മുറിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ തട്ടിലുള്ളത് തണ്ണിമത്തൻ മുറിച്ചിട്ട് പഞ്ചസാര ചേർത്തൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ നല്ലൊരു സമ്മർ കൂളറാണ്. പിന്നെ ബാക്കിയുള്ളത് ഒരു ചെറിയൊരു പീസ് ഉണ്ട്. ഒരു ഫുള്ളായിട്ടുള്ള തണ്ണിമത്തൻ വാങ്ങിയതാണ്. ബാക്കി ഇനി ഇത്രയേ ഉള്ളൂ. ഇനി സെക്കൻഡ് റാക്കിലുള്ളത് ഇഡലി ദോശ മാവാണ് അരച്ചത്. അപ്പോൾ ഞാനത് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ നേരിട്ടെടുത്ത് അതിൻ്റെ തട്ടിലൊഴിച്ചുണ്ടാക്കാം. അല്ല ദോശ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഊത്തപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനെപ്പോഴും വീക്കെൻഡിൽ സമയം കിട്ടുമ്പോൾ
ഇതൊക്കെ അരച്ചൊക്കെ വെക്കും. അപ്പോൾ രാവിലെ തിരക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിയുമല്ലോ. ഇത് ഒരു കുറച്ച് സാമ്പാറാണ്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ടാക്കി. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പാത്രത്തിലാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി തേർഡ് റാക്കിലുള്ളത് ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്ന നെയ്മീൻ അച്ചാറാണ്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനുള്ളതൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്ന പാത്രത്തോടെ അങ്ങനെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് കേടാവില്ല. അപ്പോൾ തീരുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് അങ്ങനെ ഇരുന്നോളും. ഇത് ബേബി സ്പിനാച്ചാണ്. ഞാൻ ഗ്രീൻ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ളതാണ്. എല്ലാ ആഴ്ചയും ഞാൻ ഒരു ബോക്സ് വെച്ച് വാങ്ങിക്കും. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഇത് ഫ്രൂട്ട് ബാസ്ക്കറ്റാണ്. ഇതിലാണ് ഞാൻ വാങ്ങിക്കുന്ന ഫ്രൂട്ട്സൊക്കെ വയ്ക്കുന്നത്. പിന്നെ ഏത്തപ്പഴം, നമ്മുടെ നാടൻ പൂവമ്പഴം, റോബസ്റ്റയൊക്കെ പുറത്ത് വയ്ക്കുള്ളൂ. അത് ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല. അപ്പോൾ ഇതിൽ കുറച്ച് ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒരു പേരക്കയുണ്ട്, പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കുംബർ, പിന്നെ കക്ക എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഉണ്ട്. അതെന്താന്ന് വലിയ രുചിയില്ല, എന്നാലും കുഴപ്പമില്ല. നാലാമത്തെ റാക്കിലും അതിൻ്റെ താഴെയുള്ള ബോക്സിലുമായിട്ട് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഞാൻ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റുള്ള കാണുന്ന ഈ റാക്കിൽ ഈ വീക്കിൽ എന്തായാലും ഉപയോഗിക്കേണ്ടതായിട്ടുള്ള വെജിറ്റബിൾസാണ്, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോവും. ബീൻസ് പൊട്ടിച്ചിട്ട് അതിൽ പകുതി എടുത്തിട്ടുണ്ട്, അത് ബാക്കിയുണ്ട്. പിന്നെ കുറച്ച് സ്ക്വയർ ബീൻസ് ഉണ്ട്, പിന്നെ മത്തങ്ങ, തക്കാളി, പുതിനയില അതുണ്ട്. പുതിനയില എല്ലാ വീക്കിലും കഴുകി ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കും. പക്ഷേ ഈ വീക്കും മടിയായി. അപ്പോൾ അതിൻ്റെ താഴെയുള്ള തട്ടിൽ ഇപ്പോൾ കുറച്ച് ചേനയുണ്ട്, പിന്നെ നാരങ്ങ, പൊട്ടറ്റോ, വെള്ളരിക്ക, അങ്ങനെയുള്ള, പിന്നെ ക്യാരറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ, അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ വീക്കിൽ എടുത്തില്ലെങ്കിലും ഇതിൻ്റെ ബാക്കി വന്ന നെക്സ്റ്റ് വീക്കിൽ ഉപയോഗിച്ചാലും പെട്ടെന്ന് ചീത്തയായി പോവില്ല. അതുകൊണ്ടാണ് ഇത് താഴെ വെച്ചേക്കുന്നത്. ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചിട്ടുള്ളത്, ആദ്യം വെച്ചിട്ടുള്ളത് ഇവിടെ കറ്റാർവാഴയാണ്. ഇത് വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഞാനിത് മുറിച്ചെടുത്തപ്പോൾ വലിയൊരു പീസ് എടുത്തു. പിന്നെ കുറച്ച് നാടൻ മുട്ടയുണ്ട്, വീട്ടിൽ പോയി നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. പിന്നെ ഒത്തിരി കാടമുട്ട ഇവിടെ നിന്ന് വാങ്ങിയത്. പിന്നെ അടുത്തത് പീനട്ട് ബട്ടറാണ്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പീനട്ട് ബട്ടറാണ്. അപ്പോൾ മാക്സിമം സാധനങ്ങൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും ശ്രമിക്കുക. പിന്നെ ഇതിങ്ങനെ ഫുഡ് കളറാണ് കേക്കിലൊക്കെ ചേർക്കുന്നത്. പിന്നെ സ്ട്രോബെറിയുടെ ഒരു ജാമുണ്ട്, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്, ചെറിയ ടിന്നുണ്ട്, ഇത് പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, കൊണ്ടാട്ടമുളക് എന്ന് പറയില്ലേ. ഇത് വറുത്തെടുത്ത കഞ്ഞിക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ താഴെ പാലും തൈരും വെച്ചിട്ടുണ്ട്. പാൽ എല്ലാ ആഴ്ചയും 2 കുപ്പി വെച്ച് വാങ്ങിക്കും, 1 ലിറ്ററിൻ്റെ. പിന്നെ ഇത് സോഡയുടെ ചെറിയൊരു കുപ്പിയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ നാരങ്ങ വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ സ്ക്വാഷൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് വാങ്ങിയതാണ്. പിന്നെ ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. നോർമലി അങ്ങനെ തണുത്ത വെള്ളം കുടിക്കാറില്ല, എന്നാലും ഇൻ കേസ് വേണ്ടി വന്നാലോ എന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ദോശയുടെയും ഇഡലിയുടെയൊക്കെ മാവ് അരയ്ക്കുമ്പോൾ ഈ വെള്ളം എടുക്കാറുണ്ട്. അതിൻ്റെ താഴെ ഏറ്റവും താഴത്തെ തട്ടിൽ വളരെ റെയറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. ഇത് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ റോസ് വാട്ടർ. ഇത് ഡേറ്റ്സിൻ്റെ സിറപ്പാണ്. വാങ്ങിച്ച് വെച്ചിട്ട് ആരോഗ്യം ഉണ്ടാകാൻ വേണ്ടി വാങ്ങിച്ച് വെച്ചതാണ്, പക്ഷേ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് കേക്കിൻ്റെ ടോപ്പിംഗ് ആയിട്ട് വിപ്പിംഗ് ക്രീം, പിന്നെ സോയാ സോസ് ഉണ്ട്. പിന്നെ അടുത്തത് ഗ്രീൻ ചില്ലി സോസ്. ഇത് കുറച്ച് കൽക്കണ്ടമാണ്, അതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൽക്കണ്ടമാണ്. പിന്നെ ഇതിൽ കുറച്ച് സ്പേസ് ഇവിടെ ഞാൻ 2ാമത്തെ റാക്കിലും 3ാമത്തെ റാക്കിലൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ വെക്കാനോ, എക്സ്ട്രാ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വെക്കാനോ, എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് പെട്ടെന്ന് വന്നാൽ വെക്കാമല്ലോ എന്ന് കരുതി കുറച്ച് സ്പേസ് ഒഴിച്ചിട്ടിട്ടുള്ളതാണ്.
ഞാൻ എപ്പോഴും ഫ്രിഡ്ജിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ച് നിറയ്ക്കാറില്ല. ഓരോ വീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഗ്രോസറി മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് മിക്കപ്പോഴും അധികം തിരക്കുണ്ടാവാറില്ല അവിടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പിന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.